വളരെ നിർണായകമായ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് KMCCയുടെ പ്രവർത്തകന്മാർ വോട്ട് വിമാനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ജിദ്ദ KMCCയുടെ നേതൃത്വത്തിൽ നിരവധി വിമാനങ്ങളിലായി 100 കണക്കിന് വോട്ടർമാരാണ് കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയത്. ആ വോട്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ മലപ്പുറത്ത് പ്രവാസി റാലി നടത്തിയത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ KMCC കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഇനിയും ഒട്ടേറെ വിമാനങ്ങളിൽ നിരവധിയായ വോട്ടർമാർ നാട്ടിലെത്തും. അപ്പോൾ ഇന്ത്യ ജയിക്കണം, മതേതരത്വം വീണ്ടെടുക്കണം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് KMCC നടത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ ക്യാമ്പയിൻ്റെ ഭാഗമായി പ്രവാസി വോട്ട് UDFന് എന്ന സന്ദേശവുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ 100 കണക്കിന് KMCC പ്രവർത്തകന്മാരാണ് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് സ്പൈസ് ജെറ്റ് വിമാനം വഴി കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയ KMCC വോട്ടർമാരടക്കമുള്ള ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റിയുടെ പ്രവാസി റാലിയാണ് ഇന്ന് മലപ്പുറത്ത് നടന്നത്. ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ KMCCക്ക് പറയാനുള്ള സുപ്രധാനമായ നിരവധി വിഷയങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായി 1 കോടിയിലധികം ഇന്ത്യക്കാർ പ്രവാസികളായി ജോലി ചെയ്യുന്നുണ്ട് എന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക റിപ്പോർട്ടാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ. ആ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം തന്നെ ഇത്രയേറെ ആളുകൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. എന്നാൽ അത്തരം ആളുകളെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ UPA ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പ്രവാസി മന്ത്രാലയം രൂപീകരിച്ചിരുന്നത്. ആ പ്രവാസി മന്ത്രാലയം ക്യാബിനറ്റ് റാങ്കുള്ള പ്രവാസി മന്ത്രിയെയും BJP ഗവൺമെന്റ് നരേന്ദ്രമോദി പിരിച്ചുവിടുകയാണ് ചെയ്തത്. ഇങ്ങനെ പ്രവാസികളുടെ വിഷയങ്ങളിൽ നിരുത്തരവാദിത്തപരമായ സമീപനം സ്വീകരിച്ച BJPക്കും നരേന്ദ്രമോദിക്കുമെതിരെ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നാണ് KMCCക്ക് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ രാജ്യത്തെ വോട്ടർമാരോട്, ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി ഗവൺമെന്റ് ഇവിടെ കോവിഡ് വന്ന് കൊറോണ കാലത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രവാസികൾ കഷ്ടപ്പെട്ടപ്പോൾ അവർ അഭയം തേടി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവരുടെ വിമാനത്തിന് പോലും വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് വളരെ ഭയാനകരമായ രീതിയിൽ പ്രവാസികളെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ്. കോവിഡ് വൈറസ് വാഹകർ എന്നാണ് അന്ന് കേരള ഗവൺമെന്റ് പ്രവാസികളെ വിളിച്ചത്. ഈ ഗവൺമെന്റിന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായി അത് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ഇടതു മുന്നണിക്കും BJP മുന്നണിക്കുമെതിരെയുള്ള ഒരു പ്രചാരണമാണ് KMCC ഇവിടെ നടത്താൻ പോകുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.